അഷ്റഫുൽ ഖൽഖായ റഹ്മത്തുൽ ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് എന്താണ് മനസ്സിൽ ഒരാൾ കരുതേണ്ടത്? ഇനി അതല്ല, മുസ്ലിമീങ്ങളല്ലാത്ത ആരെങ്കിലും ആ മജ്ലിസിൽ പങ്കെടുക്കുന്നുവെങ്കിൽ അവര് എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ചില ആളുകള് തികച്ചും ഒരിക്കലും പറയാൻ പാടില്ലാത്ത, ഒരിക്കലും ഇസ്ലാമിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില വാദഗതികൾ പറഞ്ഞു വച്ചിരിക്കുകയാണ്. ഏതായിരുന്നാലും നാളെ വെള്ളിയാഴ്ച രാവാണ്. ആ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് സംസാരിക്കും. നാളത്തെ മദനിയം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന, അല്ലെങ്കിൽ ദീനിന്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഉൾക്കൊള്ളാത്ത ഒന്നുപോലും നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറഞ്ഞു പോകരുത്. അത് അങ്ങനെയുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം അങ്ങനെയുള്ളവരിൽ പെട്ടുപോകാതിരിക്കാനും ഇൻഷാ അല്ലാഹ് നാളത്തെ മദനിയത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം തരേണ്ടത്, ഒരുപാട് കുടുംബങ്ങൾ മദനിയം ശ്രദ്ധിക്കുന്നു എന്ന കാരണത്താൽ തരേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കിയതിനാൽ നാളെ വെള്ളിയാഴ്ച രാവാണ്, സ്വലാത്തിന്റെ രാവാണ്. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും സ്വലാത്ത് ചൊല്ലുമ്പോൾ എന്ത് കരുതണം, ഇനി സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇസ്ലാമിലല്ലാത്ത ഏതെങ്കിലും വിശ്വാസികൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുവെങ്കിൽ അവരെന്താണ് ആ സമയത്ത് കരുതേണ്ടത്, അവരെന്താണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നാളെ ഞാൻ സംസാരിക്കും. അത് മദനിയം കുടുംബങ്ങൾ എല്ലാവരും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.